ജനഭൂമി ഇന്ന് കൊല്ലത്തെ പ്രശസ്തമായ യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണ് ഉള്ളത്. ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ R.L. രാഘ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഇന്ന്. ഈ കോളേജിലെ ചില പരിപാടികൾ വളരെ യുണീക്കായിട്ടുള്ള, വളരെ ഒട്ടേറെ പ്രത്യേകതയുള്ള ചില പ്രോഗ്രാംസ് ഇവിടെ നടക്കുന്നുണ്ട്. അത് കേരളത്തിലെ വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും അറിയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ ഈ കോളേജിൽ അയോടൈഡ്സ് എന്ന് പറയുന്ന ഒരു IT ബേസ്ഡ് കമ്പനിയുമായി ചേർന്ന്, അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സ്പെഷ്യലൈസ് ചെയ്ത ആളുകളാണ്. അവരുമായിട്ട് ചേർന്ന് യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ ഡെവലപ്പ് ചെയ്യുകയാണ്. അനന്തമായ സാധ്യതയാണ് നമുക്കൊക്കെ അറിയാം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുള്ളത്. നാളത്തെ ലോകം നിയന്ത്രിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും. ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിൻ്റെ ചില കൺസെപ്റ്റ്സ് ഉണ്ട്. അദ്ദേഹം ഒരു അക്കാഡമിഷ്യനാണ്, എൻജിനീയറാണ്, നിരവധി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്, ഒട്ടേറെ ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും പൊതുസമൂഹത്തിനും അത് പ്രയോജനകരമായിരിക്കും എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിനകത്ത് പങ്കെടുക്കാൻ ആഗ്രഹിച്ചത്. സർ, ഈ യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗുമായിട്ട് ചേർന്ന്, അയോടൈഡ്സുമായിട്ട് ചേർന്ന് നമ്മളൊരു ഇൻക്യുബേഷൻ സെൻറ്റർ ആരംഭിക്കുകയാണ്. ഇൻക്യുബേഷൻ സെൻറ്റർ പലയിടത്തും ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ഈ ഇൻക്യുബേഷൻ സെൻറ്റർ യൂനിസ് കോളേജിൽ ആരംഭിക്കുമ്പോൾ അതെന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്? അയോടൈഡുമായിട്ട് ചേർന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? ഇൻക്യുബേഷൻ സെൻറ്റർ സാധാരണഗതിയിൽ എല്ലാ സ്ഥലങ്ങളിലും ആരംഭിക്കുമ്പോഴത്തേക്ക് പല കമ്പനികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവിടെ നിന്നുള്ള മെമ്പേഴ്സിന് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാമ്പസിൽ അത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്കും അത് മനസ്സിലാക്കാനും പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്നൊരു സാഹചര്യം അവർക്ക് വളർത്തിയെടുക്കാനും സാധിക്കും. ക്യാമ്പസിൽ തന്നെ അവർക്ക് ഇൻഡസ്ട്രി കാണാനുള്ളൊരു അവസരം ലഭിക്കുന്നുണ്ട്. അയോടൈഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് AI. ആ AI മേഖലയെ സംബന്ധിച്ചിടത്തോളം അവിടെ വളർന്നു വരുന്ന സാധ്യതകളെ അയോടൈഡ്സ് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അയോടൈഡ്സും യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയും കൈകോർക്കുമ്പോഴത്തേക്ക് തീർച്ചയായും ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക്, ഇവിടെ കമ്പ്യൂട്ടർ സയൻസും ഡേറ്റാ സയൻസും ഇലക്ട്രോണിക്സും ഒക്കെയുള്ള കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം AI-യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാങ്കേതിക വിദ്യ ഇവിടെ തന്നെ വികസിപ്പിക്കുന്നതിന്, ഇൻഡസ്ട്രിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിനും ഇതോടൊപ്പം ഒരുമിച്ച് വളരുന്നതിനും ഈ ഇൻക്യുബേഷൻ സെൻറ്റർ തീർച്ചയായും അവരെ സഹായിക്കും. ഓക്കെ, ഇപ്പോൾ സാറിന് അറിയാമല്ലോ, എന്നേക്കാൾ കൂടുതൽ അങ്ങേക്കാണ് അറിയാവുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അനന്തമായ സാധ്യതയാണ് ലോകത്തുള്ളത്. നാളത്തെ ലോകത്ത് എന്താ നടക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. അതെ. അപ്പോൾ മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന റോബോട്ടുകൾ വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരികയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സംവിധാനമുണ്ട്. അപ്പോൾ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സംവിധാനം ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ രംഗത്ത് ട്രെയിൻ ചെയ്തെടുത്താൽ, പ്രത്യേകിച്ച് ഈ രംഗത്ത് വളരെ എക്സ്പെർട്ടൈസുള്ള സ്ഥാപനമാണ് അയോടൈഡ്സ്. അവരുമായിട്ടൊരു കൊളാബറേഷനിൽ അവരെ അങ്ങനെ വികസിപ്പിച്ചെടുത്താൽ നാളെ ഇവരുടെ നേതൃത്വത്തിൽ ഒട്ടേറെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാം. തീർച്ചയായും ഒരുപാട് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡോക്ടർ ഇതിൻ്റെ നമ്മുടെ സ്ഥാപകൻ തന്നെ യൂനിസ് കുഞ്ഞ്, അദ്ദേഹം ഒരു പ്രമുഖനായ കശുവണ്ടി മുതലാളിയായിരുന്നു, അവർ സംരംഭകനായിരുന്നു. അപ്പോൾ ഈ വ്യവസായ സംരംഭത്തെ എങ്ങനെ എഞ്ചിനീയറിംഗ് ടെക്നോളജിയുമായിട്ട് കൂട്ടിച്ചേർക്കാം എന്നറിയാവുന്ന ഒരു കുടുംബമാണ് ഈ കോളേജ് നടത്തുന്നത്. ഒരു വ്യവസായ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന, നമ്മുടെ ഈ അയോടൈഡുമായിട്ട് ചേർന്ന് നമ്മുടെ കോളേജ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന എന്തൊക്കെ ആശയങ്ങളാണ് നാളെ കേരളത്തിൽ വരാൻ പോകുന്നത്? എന്തൊക്കെയാണ് സാറ് ലക്ഷ്യമാക്കുന്നത്? പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാറ് സൂചിപ്പിച്ചതുപോലെ നാളെ എന്താണ് ആയി മാറുക എന്നുള്ളത് നമുക്ക് പ്രവചനാതീതമാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ക്യാമ്പസിലേക്ക് കുട്ടികൾ വരുമ്പോഴത്തേക്ക് അവരെ ശരിക്കും തിയറി പഠിക്കുന്നുണ്ട്, പക്ഷേ പ്രാക്ടിക്കൽ സൈഡ് അവർക്ക് പഠിക്കാനായിട്ട് അവർക്ക് പരിമിതികളുണ്ട്. കാരണം ഓരോ ദിവസം ഇൻഡസ്ട്രിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ജനോപകാരപ്രദമായിട്ടുള്ള അനേകം ആൾക്കാരെ സഹായിക്കുന്ന, അതുപോലെ AI എന്ന് പറയുന്ന പലപ്പോഴും പറയുന്നത് തൊഴിലില്ലാതാക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, തൊഴിലിനെ സഹായിക്കുന്ന അത്തരത്തിലുള്ള AI സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് വിദ്യാർത്ഥികളിൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ പല പ്രോജക്റ്റുകളും അവരുടെ കയ്യിലുണ്ട്. അവർ പലപ്പോഴും ആ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്.
ഇത് IoT എയ്ഡ്സുമായിട്ട് ഒരുമിച്ച് ചേരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പുതിയ സാധ്യതയായിട്ട് മാറും. മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, KTU ഇപ്പോൾ ചെയ്യുന്ന വിദ്യാഭ്യാസ സംവിധാനം, നമ്മുടെ യൂണിവേഴ്സിറ്റി ചെയ്യുന്ന സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അവർക്ക് ഇൻറ്റേൺഷിപ്പുകളാണ്. അപ്പോൾ ആ ഇൻറ്റേൺഷിപ്പുകളിലൂടെ ഈ കുട്ടികൾ സ്വാഭാവികമായിട്ട്, ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കൃത്യമായിട്ട് വ്യവസായത്തിലേക്ക് ഇറങ്ങാൻ കഴിയണം. അതിനുള്ളൊരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണ് യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരു സംശയമുള്ളത്, നമ്മളിപ്പോൾ ഈ IoT ചേർന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ രംഗത്ത് ഒട്ടേറെ ഗവേഷണങ്ങൾ നടത്തുന്നു, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. ഓക്കെ, നമ്മളിപ്പോൾ സ്പേസ് ടെക്നോളജി പോലും സ്റ്റാർട്ടപ്പുകളുടെ മേഖല രംഗത്ത് കടന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു ബ്രെയിൻ ചൈൽഡാണ്. അദ്ദേഹത്തിന് വലിയ ലക്ഷ്യങ്ങളാണ് എൻ്റെ പിന്നിൽ. അപ്പം നമ്മുടെ യുവാക്കളെ, അതായത് ടെക്നോളജിയിൽ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന നമ്മുടെ യുവാക്കളെ വികസിപ്പിച്ചെടുക്കാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും പ്രധാനമന്ത്രിക്കും പ്രത്യേക പദ്ധതികളുള്ള സാഹചര്യത്തിൽ നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ഇതിലൂടെ IoTയിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഈ പ്രോജക്റ്റ് ഇന്ത്യക്ക് ഒരു മാതൃകയാകാൻ കഴിയും എന്നങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇനി നമ്മുടെ മുന്നിലുള്ള കാലം എന്ന് പറയുന്നത് തൊഴിൽ അന്വേഷകരല്ല, തൊഴിൽ ദാതാക്കളാണ് നമുക്ക് ആവശ്യം. അതാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ ഇന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ തീർച്ചയായിട്ടും ഈ IoT എയ്ഡ്സുമായിട്ടുള്ള ഈ ഒരു കൊളാബറേഷൻ തീർച്ചയായും സഹായകമാകും. ഇവിടെ ഇതിനകം തന്നെ യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് വിവിധ മേഖലകളിൽ, അത് അല്ല മറ്റ് പല മേഖലകളിലേക്കും സംരംഭകർ ഉണ്ട്. അപ്പോൾ ഇനി ഈ വളർന്നു വരുന്ന ഈ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സാറേ, അവസാനത്തെ ഒരു ചോദ്യം കൂടി. നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം സെൽഫ് ഫിനാൻസ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. പല കോളേജുകളും സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം കാലോചിതമായി പല കോളേജുകളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അതാണ് ബേസിക് ആയ റീസൺ. സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പ്രകൃതി നിയമമാണ്. അങ്ങനെ വരുമ്പോൾ യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പുതിയ തലമുറയെ ലക്ഷ്യമാക്കി പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ, വിദഗ്ധരെ പരിശീലിപ്പിക്കാൻ എന്ത് പദ്ധതിയാണ് നമ്മുടെ കയ്യിൽ പൊതുവേ യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിക്കുള്ളത്? യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്, ഒന്നാമത്തത് അക്കാഡമിക് മേഖലയും അതിനോട് ചേർന്ന് നിൽക്കുന്ന വ്യവസായ സംരംഭങ്ങളുമാണ്. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് യൂനിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കണക്ഷൻ വരുമ്പോഴത്തേക്ക് വിദ്യാർത്ഥികൾ ഒരു സാധാരണ വിഷയം പഠിക്കുന്നത് പോലെ ആയിരിക്കില്ല ഈ ക്യാമ്പസിൽ പഠിക്കുക. ഒരേ സമയം തന്നെ അവർ പഠിക്കുകയും അതോടൊപ്പം ഇന്ന് ലോകത്ത് എന്താണ് ടെക്നോളജിയിൽ സംഭവിക്കുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും. അവിടെ വരുമ്പോഴത്തേക്കാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഒരു പുതിയ രൂപത്തിലേക്കും പൂർണ്ണ രൂപത്തിലേക്കും മാറാനായിട്ട് സാധിക്കുക. പലപ്പോഴും സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലയിടത്തും ഇതൊരു സാധാരണ വിദ്യാഭ്യാസം പോലെ പോകുന്നതുകൊണ്ടാണ്. അതേസമയം ഇത് ടെക്നോളജി കൂടെ കണക്ട് ചെയ്ത് പോകുന്ന ആ ഒരു സാഹചര്യം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഇത് പൂർണ്ണമായിട്ടും വിജയപ്രദമാണ്. കുട്ടികൾ തീർച്ചയായിട്ടും വന്ന് പഠിതാക്കളായി കേട്ടുപോകുന്നൊരു സ്ഥാപനമല്ല. അവർ കൈതൊട്ട് തിരിച്ചറിഞ്ഞ് പഠിക്കുന്നതിനെ മനസ്സിലാക്കി പോകുന്ന ഒരു സാഹചര്യം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതോടുകൂടെ അവർ ശരിക്കും ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിയുന്നവരായിട്ട് മാറും. അതാണ് യൂനിസ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ലക്ഷ്യം. ഓക്കെ, താങ്ക് യു സാറ്. ഈ സാറിൻ്റെ പേര് തന്നെ വളരെ റെയർ നെയിമാണ്, RL രാഗ്. ഈ രാഗ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എനർജി എന്നാണ്, പ്രചോദനം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വളരെ പോസിറ്റീവായ പ്രചോദനം കൊടുക്കാൻ അങ്ങേക്ക് കഴിയട്ടെ. യൂനിസ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് ടെക്നോളജി കൂടുതൽ പുതിയ പുതിയ മേഖലകളിൽ കടന്നു വരാനും ഈ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത്, ടെക്നോളജിയുടെ രംഗത്ത് ഒരു പുതിയ മാതൃക സൃഷ്ടിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിൽ നന്ദിയുണ്ട്. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.